ആഷ്ലി വെസ്റ്റ്വുഡ് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാറിയത് സ്കോർ ലൈൻ കൊണ്ടല്ല, അത് ഗ്രൗണ്ടിലുള്ള ഒരു ഫീൽ കൊണ്ടാണ്. മുമ്പ് ഡേവിഡ് കറ്റാല കാലത്ത് ടീം കളിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രസ് ചെയ്യണോ, വെയിറ്റ് ചെയ്യണോ, വൈൽഡ് ചെയ്യണോ, ലോങ് ബോൾ കളിക്കണോ. അതെ, ഓരോ ആക്ഷൻസിനും ക്ലാരിറ്റി ഇല്ല. ഇതുകൊണ്ടാണ് ഡിഫീറ്റ് മാത്രം വന്നത്, ഡയറക്ഷൻ ഇല്ലാത്ത പ്രകടനം കാണാനായത്. പക്ഷേ ആഷ്ലി വെസ്റ്റ്വുഡ് വന്നപ്പോൾ ആദ്യം മാറ്റിയത് ഫോർമേഷൻ അല്ല, സ്ട്രക്ചറും കമ്മ്യൂണിക്കേഷനുമാണ്. ഡിഫൻസീവ് ലൈന് കമ്പാക്റ്റ് ആയി, മിഡ്ഫീൽഡ് സ്പേസിംഗ് ടൈറ്റ് ആയി, പ്രസിംഗ് റാൻഡം അല്ലാതെ ട്രിഗർ ബേസ്ഡ് ആയി. ഒപ്പോണന്റ് ബോൾ റിസീവ് ചെയ്യുന്ന സ്പെസിഫിക് മൊമെന്റ്സിൽ മാത്രമാണ് പ്രസ് ആരംഭിക്കുന്നത്. ഇതോടെ ഗെയിം മൊത്തം കൺട്രോൾഡ് ആയി മാറി. അറ്റാക്ക് സൈഡിൽ വലിയ സ്റ്റാർ പെർഫോമൻസ് കൊണ്ടല്ല ഡിഫറൻസ് വന്നത്, റൂൾസ് ഒക്കെ ക്ലിയർ ആയതുകൊണ്ടാണ്. വൈഡ് പ്ലേയേഴ്സ് ഒക്കെ ഇനി ബോൾ കിട്ടുമ്പോൾ എസ്റ്റിറ്റേറ്റ് ചെയ്യില്ല, ഡയറക്റ്റ് ആയി റൺ ചെയ്യുന്നു. പോസസ് ഒക്കെ എത്ര മനോഹരം. അതുകൊണ്ട് തന്നെ ബിപിൻ സിംഗിന്റെ ജോലി വളരെ കൂടുതലായി. നിഹാൽ സുധീഷ് ആകട്ടെ എനർജിയും വർക്ക് റേറ്റും കൊണ്ട് അമ്മാനമാടുന്നു. ഡിഫൻസീവ് ട്രാക്കിംഗ് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും. മിഡ്ഫീൽഡിൽ കെവിൻ യോക്കെ പോലുള്ള പ്ലേയേഴ്സ് ഫ്ലാഷി അല്ലെങ്കിലും സിസ്റ്റം സ്റ്റേബിലൈസ് ചെയ്യുന്നു. സിമ്പിൾ പാസസ്, ക്വിക്ക് സർക്കുലേഷൻ, ട്രാൻസിഷൻ സെക്യൂർ ആക്കൽ, ഇതാണ് ടീം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. സിമ്പിൾ ആയി പറഞ്ഞാൽ വെസ്റ്റ്വുഡ് മാജിക് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു വലിയ കാര്യം ചെയ്തു. ഓരോ പ്ലെയർക്കും അവനവന്റെ ജോലി എന്താണെന്ന് ക്ലിയർ ആക്കി പറഞ്ഞു കൊടുത്തു. മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ഒരു തോൽവി ടീമായിരുന്നു, പക്ഷെ ഇപ്പോൾ സ്ട്രക്ചേർഡ് ടീമായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വീണ്ടും ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, ഈ ക്ലാരിറ്റി കൺസിസ്റ്റൻസ് ആയി നിലനിർത്താൻ കഴിയുമോ ബ്ലാസ്റ്റേഴ്സിന്? അതല്ല എന്നുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ഒരു ഷോർട്ട് ടൈം റിയാക്ഷൻ മാത്രമാണോ? ഇനിയാണ് ഈ ടീമിന്റെ കഥ തീരുമാനിക്കാൻ പോകുന്നത്. കാത്തിരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നത്.